ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കപ്പിൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഡിവോഴ്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ദമ്പതികളുടെ ബന്ധങ്ങളിലെ പ്രധാന പരാതികളിൽ ഒന്നാണ് ശരിക്കും ആശയവിനിമയ പ്രശ്നങ്ങൾ. അപ്പോൾ കാരണം പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ ദമ്പതിമാർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. അപ്പൊ അത് പരിഹരിക്കുകയാണെങ്കിൽ തന്നെ ഒരു 70% പ്രശ്നങ്ങളും അവിടെ സോൾവ് ആകും. അപ്പം അതെന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ പൊതുവെ ആശയവിനിമയം നമുക്ക് പരസ്പര ബന്ധങ്ങളിൽ നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ സംസാരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചില വാക്കുകൾ, ചില പദങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് വളരെ വലുതാണ് അല്ലേ. ഇപ്പൊ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വാക്കുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ അത് ഇപ്പോഴത്തെ കാലത്ത് അത് കൂടി വരുന്ന കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. നമ്മളിപ്പം ഒരു വീട്ടിലോ 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് അത്രയും കെയർ ചെയ്തും പാമ്പറിങ് ചെയ്താണ് പേരൻസ് വളർത്തി വേറെ വീട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ചില സ്ലാങ്ങുകൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഡിസ്ട്രിക്റ്റുകളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയുമ്പോൾ അത് ഹർട്ടായിട്ട് വരുന്നില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ഹർട്ടായിട്ട് വരുന്നു. അല്ല, നീ അങ്ങനെ പറയരുത്, അത് ആ ഒരു പദം ഇവിടെ ഉപയോഗിക്കാറില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് ആ ഒരു പദമായിരിക്കും, അല്ല അയാൾ, നിങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ചില സ്ഥലത്ത് ഭയങ്കര മോശമായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്നായി കാണുന്നത് ലിസണിങ് ഇല്ലാത്തത്. ഒരാൾ പറയുമ്പോൾ തടസ്സപ്പെടുക, അല്ലെങ്കിൽ ഊഹിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് കൊടുക്കാതിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഒരാളെ മറ്റൊരാളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലായി പോകും അല്ലേ. ഇപ്പം നമ്മൾ സംസാരിച്ചിരുന്നു, നീ പറയണ്ട, എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഇങ്ങനെയല്ലേ എന്ന് ഊഹിച്ചെടുത്ത് സംസാരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിൽ. അപ്പോൾ അതിന് പകരം നമുക്ക് അതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ സജീവമായിട്ട് കേൾക്കാനായിട്ട് പരിശീലിക്കുക. നമ്മൾ ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പല ജോലി സ്ഥലങ്ങളിലെയും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മൾ പറയുന്ന കേൾക്കാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാനുള്ളൊരു മനസ്സിന് വേണ്ടി നമ്മൾ കൊതിക്കും അല്ലേ. അപ്പോൾ അത് അവിടെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് കേൾക്കാനായിട്ട് പരിശീലിക്കുക. അടുത്തതായിട്ട് ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം. നിങ്ങൾ ഒരിക്കലും എന്നെ സഹായിക്കില്ല, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, എല്ലാം നിന്റെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രസ്താവന ഉപയോഗിക്കുന്നത് വളരെ പ്രശ്നമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിനക്ക് ഞാനുണ്ട്, നീ പറയുക, ഞാൻ കേൾക്കാം, പരിഹരിക്കാം, നിന്നോടൊപ്പം ഉണ്ട്, നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണ്ട എന്ന് പറയാനായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പകുതി ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള രീതി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നത്. അത് വലിയ വലിയ സംഘർഷത്തിലേക്ക്, അത് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഒതുക്കി വെക്കുമ്പോൾ രണ്ടുപേരുടെയും ആരുടെ ആയിക്കോട്ടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് പറഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം വേണ്ട, അതിപ്പോ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളത് അടച്ചുപൂട്ടി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാരണമായിട്ട് കാണപ്പെടാറുണ്ട്. അത് ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് കേട്ട് അപ്പം തന്നെ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള ചർച്ചയിലേക്കൊക്കെ പോവാതെ സമയം ചെലവഴിച്ച് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ആവുക. ഒഴിവുകളോ പ്രത്യാക്രമങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഫീഡ്ബാക്കിനോട് പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് പ്രതികരിക്കുന്നതിന് മുന്നേ ഒരു നിമിഷം നമ്മൾ ആശ്വസിക്കുക. ഉടനടി സ്വയം പ്രതിരോധത്തിന് പകരം പങ്കാളിയുടെ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അസംഷൻസ്,
നിങ്ങളുടെ പങ്കാളി എന്ത് ചിന്തിക്കുന്നു തോന്നുന്നു എന്ന് എനിക്കറിയാം എന്ന് കരുതുന്നത്, അത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരാളുടെ രീതി അല്ലായിരിക്കും വേറൊരാൾ, അല്ലേ? ഒരാൾ ചിന്തിക്കുന്ന പോലെ അല്ല വേറൊരാൾ ചിന്തിക്കുന്നത്, ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു അസംഷൻസ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവർ പറയണ എന്താണെന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വ്യക്തത നേടുക. മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് എന്താണ് നീയാണ് ചിന്തിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പങ്കാളിയുടെ കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് എടുത്ത് വിമർശിക്കുക, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറയാം, ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ജീവിച്ച അല്ലല്ലോ പങ്കാളി വരുന്നത്, വേറൊരു സാഹചര്യത്തിനായിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ഒരു അവിടുത്തെ ഒരു സ്വഭാവമായിട്ട് ഇഴുകിച്ചേരാൻ കുറച്ച് സമയം എടുത്തെന്ന് വരും, ഹാബിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അത് പറയുമ്പോൾ ആ സ്വഭാവത്തെ വിമർശിക്കാതെ, അത് നീ പറയുന്നേ നീ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നീ ഭയങ്കര മടിയാണ്, നീ നിനക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെ നിങ്ങളത് എനിക്ക് ചെയ്തു തരത്തില്ല, മേടിച്ച് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാതെ, നമ്മൾ അവർ പറയുന്ന അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയും, അപ്പോൾ അവരത്രയും നാളും വന്ന ഒരു സ്വഭാവ രീതിയിൽ നിന്ന് പെട്ടെന്ന് വ്യത്യാസം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വളർന്ന ഒരു പങ്കാളിയാണെങ്കിൽ കൂടെയുള്ള ആളെ ഒന്ന് പരിഗണിക്കണം, അവരുടെ ആ ഒരു ഇതും കൂടെ മനസ്സിലാക്കണം, അവരുടെ വികാരം കൂടെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, പങ്കാളി ഒരാൾ ഭയങ്കര വൃത്തിയുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, മറ്റൊരാൾ അതുവരെ അടുക്കും ചിട്ടയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി വെക്കാനൊക്കെ പറഞ്ഞ് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചകഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു രീതി, അത് നിർത്തുക. നമ്മൾ പഴയ കാര്യങ്ങൾ, പാസ്റ്റത്തെ കഴിഞ്ഞു, അതിനി പുറകിലേക്ക് ചെന്ന് തിരുത്താനായിട്ട് പറ്റത്തില്ല, അല്ലേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഉടനെ ഇതെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ അപ്രീസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രശംസിക്കാനായിട്ട് ശ്രമിക്കുക, അത് വളരെയേറെ നല്ലതാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും നന്ദിപ്പെടണം, നീ അത് ചെയ്ത് വളരെ നന്നായി കേട്ടോ, ചേട്ടൻ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ, വന്ന് നന്നായി കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ പങ്കാളിയെ പരിഗണിക്കുന്നതായിട്ട്, അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തേതായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ലിസൺ ചെയ്യാനായിട്ട് പഠിക്കുക, അവോയ്ഡ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തായിട്ട് അസംഷൻസ് കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും പറയാനായിട്ട് വന്നു കഴിയുമ്പോൾ അത് വേണ്ട, നീ പറയണ്ടെന്ന് അടച്ചുകൂട്ടി ഒറ്റ വാക്കി പറഞ്ഞു നിർത്തിയിട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ കൂടുതലെടുത്ത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ തെറ്റുകളൊക്കെ തുറന്ന് പറഞ്ഞും മറ്റൊരാളെ നമ്മൾ ആദരവോടും സഹാനുഭൂതിയോടും നല്ല രീതിയിലുള്ള ആശയവിനിമയത്തിലൂടെ നമ്മുടെ ദാമ്പത്യം വളരെ സുഗമമാക്കി പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തേർഡ് പേഴ്സണെ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ ആരും ആയിക്കോട്ടെ, പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ ആരും ആയിക്കോട്ടെ, നമ്മളുടെ പാർട്ട്ണറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് മറന്നുപോകും. പക്ഷേ നമ്മൾ പറഞ്ഞ് അതുമൂലം ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരെ വളരെയേറെ ആഴത്തിൽ ഹർട്ട് ചെയ്യും. അത് നമ്മളുടെ ചുറ്റുമുള്ളവരുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് വളരെയേറെ കാലങ്ങൾ എടുത്തെന്ന് വരും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അന്യോന്യം സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് വരുമ്പോൾ മാത്രം നമ്മളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ തൊടുന്നതും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നമ്മളുടെ പാർട്ട്ണറെ കുറിച്ച് മോശം സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് അത് മാറും. പക്ഷേ എന്നാൽ നമ്മളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ ആ മുറിവ് ഉണങ്ങാനായിട്ട് വളരെ കാലതാമസം ഉണ്ടായെന്ന് വരാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗുഡ് ലൈഫ് കൗൺസിലിങ്ങിലൂടെ കപ്പിൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.